ഫ്രണ്ട്സ്, MS എക്സലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് വി ലുക്കപ്പിനെ പറ്റിയാണ്, അതായത് വെർട്ടിക്കൽ ലുക്കപ്പ്. നമുക്കിവിടെ കാണാം, ഇവിടെ നമുക്ക് എംപ്ലോയി കോഡ്, എംപ്ലോയി നെയിം, ജോബ്, സാലറി എന്ന് പറഞ്ഞൊരു റെക്കോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതേസമയം താഴെ ഒരു സെറ്റ് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. അതിൽ നിന്നാണ് നമുക്കിവിടെ ഫിൽറ്റർ ചെയ്ത് റിസൾട്ട് ഇവിടെ വരണം. ഇവിടെ ഞാൻ ഏത് എംപ്ലോയി കോഡ് കൊടുക്കുന്നു, ഉദാഹരണത്തിന് ഞാനിവിടെ 105 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ 105 കിരൺ HR അയാളുടെ സാലറി അതിവിടെ കിട്ടണം. ആ രീതിയിൽ നമുക്ക് ഒന്ന് ഇതിനെ മാറ്റിയെടുക്കണം. അതിന് നമുക്ക് സഹായിക്കുന്ന ഫംഗ്ഷനാണ് വി ലുക്കപ്പ്. അപ്പോൾ നമുക്ക് നേരെ ഫംഗ്ഷനിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം ഈ എംപ്ലോയി നെയിമിലോട്ട് ഫോർമുല അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ പറയുക വി ലുക്കപ്പ് പറയുക. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാം ലുക്കപ്പ് വാല്യൂ. അത് ഈ സെല്ലിൽ നമ്മൾ എംപ്ലോയി കോഡ്, ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലും എംപ്ലോയി കോഡായിരിക്കും ഈ സെല്ല് എൻ്റർ ചെയ്യുക. അതുകൊണ്ട് ആ സെല്ലിനെ തന്നെ റെഫറൻസ് ആയിട്ട് കൊടുക്കാം. ഈ റെഫറൻസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഓർക്ക് ഇതിന് അബ്സല്യൂട്ട് റെഫറൻസ് കൊടുക്കുക. അബ്സല്യൂട്ട് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത സെൽസിലോട്ട് കോപ്പി ചെയ്യുമ്പോൾ ഈ വാല്യൂ മാറരുത്. അതിനായിട്ട് ഫംഗ്ഷൻ കീ F4 പ്രസ് ചെയ്യുക. ഇപ്പോൾ കണ്ടല്ലോ $A $2 എന്ന് വന്നു. ഇങ്ങനെ മാനുവലി ടൈപ്പ് ചെയ്താലും മതി. ഇപ്പോൾ നമുക്ക് ലുക്കപ്പ് വാല്യൂ കഴിഞ്ഞു. അടുത്തത് ടേബിൾ അറിയണം. നമുക്ക് ഇവിടുന്ന് ഈ കംപ്ലീറ്റ് ടേബിൾ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനെ ഇതുകൂട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് F4 പ്രസ് ചെയ്ത് നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റി. ശേഷം കോമ ഇടുക. അടുത്തത് കോള ഇൻഡെക്സ് ആണ്. അതായത് ഇവിടെ നമുക്ക് നെയിമാണ് വരേണ്ടത്. നെയിം എത്രാമത്തെ ഇൻഡെക്സ് ആണെന്ന് നോക്കാം. ഇവിടുന്ന് ഇത് EMB കോളം എന്നുള്ള ഒന്നാമത്തെ കോളം, എംപ്ലോയി നെയിം രണ്ടാമത്തെ കോളം, ജോബ് മൂന്നാമത്തെ കോളം, സാലറി നാലാമത്തെ കോളം. സോ എംപ്ലോയി നെയിം രണ്ടാമത്തെ കോളം. അപ്പോൾ നമുക്കിവിടെ 2 കൊടുക്കുക. ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. ക്ലോസ് ചെയ്യുക. ഇവിടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതിനുശേഷം ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഇത് ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെയൊക്കെ F2 പ്രസ് ചെയ്ത ശേഷം ഈ കോളം നമ്പർ മാത്രം മാറ്റുക. ഇവിടെ വരേണ്ടത് ജോബാണ്. ജോബിൻ്റെ കോളം 1 2 3 ആണ്. സോ ഇവിടെ 3 നടക്കുക. അതുപോലെ സാലറിയുടെ കോളം F2 പ്രസ് ചെയ്ത് എഡിറ്റ് ചെയ്യുക. ഇവിടെ സാലറിയുടെ കോളം 4 ആണ്. സോ അത് 4 എന്ന് കൊടുക്കുക. ഇനി നമ്മളിവിടെ ഏതെങ്കിലും ഒരു എംപ്ലോയി കോഡ് കൊടുക്കുക. ഉദാഹരണത്തിന് 105 തന്നെ എൻ്റർ ചെയ്യുന്നു. കണ്ടല്ലോ ഇവിടെ, അതായത് ലിസ്റ്റ് ചെയ്യപ്പെട്ട വാല്യൂസ് ഇവിടുന്ന് അത് വലിയൊരു ലിസ്റ്റാണെന്ന് വിചാരിക്കാം. ആ ലിസ്റ്റിൽ നിന്ന് ആ വാല്യൂ അത് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കാം. നമുക്കിതിനെ ഒരു ലിസ്റ്റാക്കി മാറ്റാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡാറ്റ മെനുവിൽ ഡാറ്റ വാലിഡേഷൻ എടുക്കുക. ഇതാണ് ആ ചെക്ക് ബോക്സ്. ഇവിടെ നമ്മൾ ലിസ്റ്റ് എന്ന് എടുക്കുക. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഡൗൺ ആണ്. എന്നിട്ട് നമ്മൾ ആ വാല്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട എംപ്ലോയി കോഡാണ്. അപ്പോൾ അതവിടെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വന്നോളൂ. നമ്മളിവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ, പെട്ടെന്ന് എനിക്ക് ഏത് എംപ്ലോയിയെ സെലക്ട് ചെയ്താലും അതിനനുസരിച്ചുള്ള വാല്യൂ